ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന് മേലെ കുടക്കാട് 19 കുട്ടികളുടെ കല്യാണമാണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ. ആ ഒരു മനോഹരമായ കാഴ്ച നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. പാർക്കിങ്ങിന് വേണ്ടിയിട്ട് തന്നെ വലിയൊരു ഗ്രൗണ്ടാണ് ഇവിടെ സെറ്റാക്കിയിട്ടുള്ളത്. ഇതാ വാഹനങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോഴന്നെ ഏകദേശം അതൊരു ഭാഗം ഫില്ലായി തുടങ്ങി. ഇവിടെയൊക്കെ കംപ്ലീറ്റ് നിറയും കേട്ടോ. അപ്പോൾ എന്തൊക്കെ തന്നെയും ബസ്സുകളിലും എല്ലാ വാഹനങ്ങളിലായിട്ട് ആളുകൾ ഇങ്ങനെ വന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭാഗത്തും വളണ്ടിയേഴ്സ് ഉണ്ട് കേട്ടോ. പോലീസുകളും വളണ്ടിയേഴ്സൊക്കെ ഇവിടെയുണ്ട്. അങ്ങനെ എല്ലാവരും അതാ 19 മണവാട്ടികളെ കാണുവാൻ വേണ്ടി ആകാംക്ഷയോടെ അതാ തങ്ങളുപ്പയുടെ വീട്ടിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ചെന്നപ്പോൾ തന്നെ കാണുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ ഇത്. കാരണം പകുതി കുട്ടികളെ എത്തിയിട്ടുള്ളൂ, ഇനിയും കുട്ടികൾ എത്താനുണ്ട് കേട്ടോ. അന്ന് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നല്ലോ, മക്കൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോയ ഒരു കാഴ്ച കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ ഒരു പുതിയാപ്പിളെ വന്നിട്ടുള്ളൂ. ഒരു ബാക്കിയുള്ളവരൊക്കെ എത്തി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു 5 മണവാട്ടികൾ എത്തിയിട്ടുള്ളൂ. 2 മുസ്ലിംസും 3 ഹിന്ദുസുമായിട്ട് എത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് മണവാളൻ ചെക്കന് ഒന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ബാക്കിയൊക്കെ വരാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യണം. ഇവരൊക്കെ ഒന്ന് ഗൂഡല്ലൂർ ആ ഭാഗത്തു നിന്നൊക്കെ കേട്ടോ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രിയൊക്കെ പോകുന്നവരാണ് കേട്ടോ. അപ്പോൾ ആ മക്കൾക്ക് നല്ലൊരു ജീവിത സൗഭാഗ്യത്തിലേക്ക് അവർ കടന്നുകൊണ്ടിരിക്കണം. മംഗല്യഭാഗ്യം എന്ന് പറഞ്ഞാൽ അതൊരു മഹാഭാഗ്യം തന്നെയാണല്ലോ. അപ്പോൾ അതിനു വേണ്ടി ഈ മക്കൾ സന്തോഷത്തോടു കൂടി ഇതാ ഇവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അന്നെടുത്ത ഡ്രസ്സ് ഇതാണ് കേട്ടോ. സാരിയൊക്കെ ഹിന്ദുസിനൊക്കെ ഒരുപോലുള്ള ടൈപ്സാണ് എടുത്തത്. അതുപോലെ മുസ്ലിംസിന് ഈ രീതിയിലുള്ള ലെഹങ്കകളാണ് എടുത്തത്. അപ്പോൾ ഏതൊരു പെൺകുട്ടികളുടെയും ആഗ്രഹമാണല്ലോ കല്യാണം എന്നുള്ളത്. അതെ, എല്ലാ മക്കളെയും പോലെ അവർക്ക് അതിനുള്ളൊരു സാമ്പത്തിക ശേഷി കുറവുള്ളവരായിരിക്കും, ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആയിരിക്കും കേട്ടോ. പക്ഷേ അവരെയെല്ലാം തങ്ങളിപ്പോൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് മംഗല്യഭാഗ്യമാണ് ഇവിടെ ഒരുക്കുന്നത്. വന്നവർക്കൊക്കെ കേട്ടോ എല്ലാവർക്കും നല്ല ഹോർലിക്സൊക്കെയാണ് കൊടുക്കുന്നത്. മണവാട്ടികളുടെ കൂടെ വന്ന എല്ലാ ആളുകൾക്കും ഹോർലിക്സ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ മണവാട്ടികളുടെ കൂടെ ഉള്ളവർക്ക് ഒക്കെ ഇപ്പോൾ സ്പെഷ്യലായിട്ട് ഓഡിറ്റോറിയത്തിലുണ്ടോ ഫുഡൊക്കെ സെറ്റാക്കുന്നത്. മണവാട്ടിയുടെ കൂടെ വന്ന ആളുകളാണ് കേട്ടോ ഇതൊക്കെ. ഏകദേശം 8 ഹിന്ദു ഫാമിലി ഉണ്ട് കേട്ടോ. ആ ഒരു ഫാമിലിക്ക് അവരുടെ കൂടെ വന്ന എല്ലാവർക്കും ഇവിടേക്ക് പ്രത്യേകമായിട്ട് അവരെയൊക്കെ സ്വാഗതം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മണവാട്ടികൾ കുറച്ചും കൂടി ഇതാ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ടോട്ടൽ 19 മണവാട്ടികളാണ് ഇവിടേക്ക് എത്തേണ്ടത്. ഇനിയും കുറച്ചുകൂടെ ഉണ്ട്. കാരണം ഒരുപാട് ലോങ്ങൊന്ന് വരുന്നവരൊക്കെ ഉണ്ട്. പിന്നെ തലേന്ന് വന്നിട്ട് ഇവിടെ എത്തിപ്പെടാൻ പറ്റാതെ ബ്ലോക്കിൽ കുടുങ്ങിയവരും അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും വന്ന മണവാട്ടികൾക്കൊക്കെ ഇതാ ഇവിടുത്തെ താത്ത എല്ലാവർക്കും ഹോർലിക്സൊക്കെ കൊടുക്കുന്നുണ്ട്. വെള്ളം വേണ്ടവർക്ക് വെള്ളം കൊടുക്കുന്നുണ്ട്. എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും ചെക്കന്മാരൊക്കെ ഇതാ എത്തി തുടങ്ങിയിരിക്കണേ. ഒരുവിധം ആൾക്കാരുടെയൊക്കെ ഒരുപാട് വിമർശനങ്ങളും കാര്യങ്ങളുള്ള മജ്ലിസാണല്ലോ ഇത്. പക്ഷേ ഇതിൽ എന്ന് വെച്ചാൽ നമുക്ക് ഇനിയിപ്പോൾ എത്ര മജ്ലിസിന് വന്നാലും ഇല്ലെങ്കിലും ഇതിൽ കാണുന്ന നല്ലൊരു കാര്യമാണ് നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഒരുപാട് പാവപ്പെട്ട ഉപ്പമാർ മരണപ്പെട്ട, അതുപോലെ ഉപ്പമാർക്ക് സാമ്പത്തിക ശേഷിയില്ലാത്ത ഒരുപാട് മക്കളാണ് ഇവിടെ. അതെ, വിവാഹമെന്ന സ്വപ്നം പൂവണിയിക്കാനും വേണമല്ലോ അവർക്ക് ക്യാഷും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തൊക്കെ തന്നെയാലും ഇവിടെ തങ്ങളിപ്പോൾ പറയണത്, നിങ്ങൾ ചെക്കന്മാരെ കണ്ടുപിടിച്ചോളൂ, കല്യാണം ഞാൻ നടത്തിത്തരാം, കല്യാണത്തിൻ്റെ ഫുള്ള് ചിലവും കാര്യങ്ങളും സ്വർണ്ണാഭരണം വരെ ഞാൻ ഏറ്റെടുത്തോളാം എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ് കേട്ടോ. ഇപ്പോഴത്തെ ഈ സ്വർണത്തിനൊക്കെ ഒരുപാട് വിലയൊക്കെയുള്ള സമയത്ത് എന്തൊക്കെ തന്നെയായാലും ഇനിയിപ്പോൾ 4-5 പവൻ കൊടുക്കുകയാണെങ്കിൽ തന്നെ ഒരു പവൻ സ്വർണത്തിന് ഏകദേശം 1 ലക്ഷത്തോളാണ് രൂപ വരുന്നത്. അപ്പോൾ ഒരു 3 പവനായാലും 4 പവനായാലും അതും വലിയൊരു ഭാഗ്യം തന്നെയല്ലേ. കാരണം അങ്ങനെയാണ് ഈ പാവപ്പെട്ട ഒരുപാട് കുട്ടികൾ ഇവിടെ എത്തുന്നത് കേട്ടോ. ഇത് മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട് 30 പെൺകുട്ടികളുടെ വിവാഹം കൂടി നടത്തി കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഏകദേശം 92 മക്കളുടെ വിവാഹം നടത്തി കൊടുത്തു കേട്ടോ. ആദ്യമൊക്കെ 6 പവനായിരുന്നു, പിന്നെ 5 പവൻ. ഇപ്പോൾ എന്ന് വെച്ചാൽ നല്ല റേറ്റ് ആണല്ലോ അല്ലേ. എന്നിട്ട് പോലും ഈ മക്കൾക്ക് 3-4 പവന് ശരിക്കും കൊടുക്കും. അപ്പോൾ ഈ ഒരു തങ്ങള് ഇവിടെ വരുന്ന കുട്ടികളുടെ പേരും ഡീറ്റെയിൽസും അവരെ കല്യാണം കഴിക്കാൻ പോകണേ അവരുടെ ഭർത്താവിൻ്റെ പേരൊക്കെ എഴുതിയെടുക്കുകയാണ് കേട്ടോ. കാരണം ഇതിങ്ങനെ ഓരോ കുട്ടികൾക്കുള്ള അവർക്കുള്ള സ്വർണ്ണാഭരണം കാര്യങ്ങളൊക്കെ വേർതിരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത് ചെയ്യുന്നത്. അപ്പോൾ മണവാളന്മാർ കുറച്ചൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ.
കഴിഞ്ഞ പ്രാവശ്യം ഡ്രസ്സ് എടുക്കാനൊക്കെ ഇവർ വിളിച്ചിരുന്നല്ലോ. പിന്നെ ഇന്നലെ മൈലാഞ്ചി കല്യാണം കാര്യങ്ങൾ അങ്ങനത്തതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് കുട്ടികൾ ഇന്നലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ പുതിയ വേറെ വേറെ കുട്ടികൾ ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. പലരും പല സ്ഥലത്തു നിന്നായിട്ട് എത്തിപ്പെടാനും കുറച്ച് ടൈം എടുക്കുമല്ലോ. അങ്ങനെയാണ് കേട്ടോ ഇത് കുറച്ച് ലേറ്റായി വരുന്നത്. എന്നാലും കൃത്യം 9 മണിക്കൊക്കെ നിക്കാഹ് കർമ്മം തുടങ്ങും എന്നൊക്കെയാണ് പറഞ്ഞത്. എന്തൊക്കെ തന്നെയായാലും 19 മണവാട്ടികളെ നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. ഈ ഒരു കാഴ്ച കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. അപ്പോൾ പുതുപെണ്ണിൻ്റെ കൂടെ വന്നവർക്കൊക്കെയുള്ള വെള്ളം ഡ്രിങ്ക്സൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരെ എല്ലാവരും പ്രത്യേകമായ രീതിയിലാണ് കേട്ടോ ഇവിടെ സ്വീകരിക്കുന്നത് തന്നെ. പെണ്ണിൻ്റെ കൂടെ വന്ന അവരുടെ ഫാമിലിയും കാര്യങ്ങളാണ് കേട്ടോ ഇവിടെ ഒരുപാട് വന്നിട്ടുണ്ട്. അവരുടെ കസിൻസായിട്ടും അവരുടെ ഫാമിലി അവർക്കൊക്കെ എല്ലാവർക്കും വെള്ളം കൊടുക്കുന്ന തിരക്കിലാണ് ഇവിടെ. അതിന് വേണ്ടിയിട്ട് ഇവിടെ പ്രത്യേകമായ സ്ത്രീകളൊക്കെ നിർത്തിയിരിക്കുന്നു കേട്ടോ. ഇവിടുത്തെ അഡ്മിന്മാരെന്ന് പറയുന്ന ഈ താത്തമാരാണ് ഇവർക്ക് വെള്ളവും ഹോർലിക്സും അതൊക്കെ നൽകുന്നത് കേട്ടോ. ഓരോ ഭാഗത്തും ഓരോ അഡ്മിന്മാരെയാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. കാരണം മണവാട്ടികളെ സ്വീകരിക്കാൻ, അവർക്ക് വെള്ളം കൊടുക്കാൻ, അവരെ കൂടെ വന്നവർക്ക് അവരെ സ്വീകരിക്കാൻ, അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാ ഭാഗത്തും നിർത്തിയിരിക്കണം കേട്ടോ. കാരണം അതിൻ്റേതായ ഒരു മോശം വരുത്തരുതല്ലോ. നല്ല രീതിയിൽ തന്നെയാണ് എല്ലാവരോടുള്ള പെരുമാറ്റവും കാര്യങ്ങളും. ഇപ്പോൾ ഓരോ കുട്ടികൾ വന്ന് അവരുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ ചോദിച്ചിട്ട് അവരുടെ അത് എഴുതി വെക്കുന്നുണ്ട്. കാരണം അവർക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ അതൊക്കെ നിക്കാഹിൻ്റെ ആ ഒരു സമയത്ത് കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് ആണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഒരുപാട് 92 രണ്ടാമത്തെ മക്കളെ വിവാഹമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരുപാട് കുട്ടികളെ കല്യാണം കഴിച്ചതിൻ്റെ മുമ്പത്തെ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി ഇൻഷാ അല്ലാഹ് 30 പെൺകുട്ടികളുടെ കല്യാണം ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ഒരു കല്യാണത്തിൻ്റെ പിറകിൽ ഒരുപാട് ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ടോ. നല്ല രീതിയിൽ എല്ലാവരും നല്ല എഫേർട്ട് എടുത്ത് എല്ലാ കാര്യത്തിനും ഹെൽപ്പൊക്കെ ചെയ്ത് കുറച്ച് ദിവസം മുമ്പ് തന്നെ ഇതിൻ്റെ ഒരുക്കങ്ങൾ, കാര്യങ്ങൾ, ഡ്രസ്സ് എടുക്കാൻ പോലെ, ഗോൾഡ് എടുക്കാൻ പോലെ, അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യങ്ങൾ അതെല്ലാം സെറ്റാക്കാൻ ഒരുപാട് ദിവസം ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചു എന്തൊക്കെ തന്നെയാലും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. കാരണം ഒരു കുട്ടിനെ കെട്ടിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രയാസം ബുദ്ധിമുട്ട് നമുക്ക് എത്രയെന്ന് അറിയാലോ അല്ലേ. കല്യാണത്തിരക്കും കാര്യങ്ങളും അവർക്കുള്ള ഗോൾഡായിട്ടും അവർക്കുള്ള വസ്ത്രങ്ങളായിട്ടും അങ്ങനെ മൊത്തത്തിലാവുമ്പോൾ ഇത് ഇത്രയും ആളുകളെ ഒരുമിച്ച് ഒരു വിവാഹ സദസ്സിൽ, ഒരു സമൂഹ വിവാഹ സദസ്സിൽ ഇത്രയും മനോഹരമാക്കി പെൺകുട്ടികളെ അണിയിച്ചൊരുക്കി നിർത്താനും അവർക്കുള്ള സ്വർണ്ണാഭരണങ്ങളൊക്കെ കൊടുക്കാനും ഒക്കെ കഴിയാന്ന് വെച്ചാൽ അത് വല്ലാത്തൊരു ഇതന്നെ. ഒരുപാട് ക്യാഷ് ഉണ്ടെന്നല്ല, അതൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് റെഡിയാക്കണ്ട. അപ്പോൾ പെണ്ണിൻ്റെ കൂടെ വന്ന ആളുകളൊക്കെ ഉണ്ട് ഇരിക്കണതും ഈ പോണതൊക്കെ. ഇപ്പം മണവാളൻ ചെക്കന്മാരത് കുറച്ചും കൂടെ ഒക്കെ എത്തിയിട്ടുണ്ട്. ഈ കസവ് മുണ്ട് എടുത്തിരിക്കുന്നവരൊക്കെ ഹിന്ദുസ് ആണ് കേട്ടോ. അവരുടെ തൊട്ട് പിറകിലായിട്ടാണ് അവരുടെ മണവാട്ടികളും ഇരിക്കുന്നത്. ഈ മജ്ലിസിനെ ആരൊക്കെ തന്നെ എതിർത്താലും ഇതാണ് കേട്ടോ ഇതിൽ നല്ല കാണുന്നൊരു പ്ലസ് പോയിൻ്റ്. കാരണം ഒരുപാട് കുട്ടികൾക്ക് മംഗല്യഭാഗ്യം, പിന്നെ ഒരുപാട് വീടില്ലാത്തവർക്ക് വീട് കാര്യങ്ങൾ, അതൊക്കെ നല്ലൊരു കാര്യം തന്നെയാണല്ലോ. മജ്ലിസിന് ഒരുപാട് ആൾക്കാർ എതിർക്കുമായിരിക്കും, പക്ഷേ ഈ ഒരു ചെയ്യുന്ന കാര്യത്തെ എതിർക്കാൻ കാരണം ഒരുപാട് കുട്ടികളുടെ ജീവിതമാണ് ഇതിലൂടെ സഫലമാകുന്നത് അല്ലേ. അവർക്കൊക്കെ വിവാഹം എന്നുള്ള ആ ഒരു സ്വപ്നത്തിലേക്ക് അവർ കാലെടുത്ത് വെക്കുകയാണ് ഇന്നത്തോടു കൂടി. അവരുടെയൊക്കെ താലികെട്ടായിട്ടും നിക്കാഹായിട്ടും ഒക്കെ അത്രക്കും നല്ല ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമാണല്ലോ നിക്കാഹ്, അതുപോലെ താലികെട്ട് എന്നൊക്കെ പറഞ്ഞാൽ. ആ ഒരു ദിവസത്തെ മനോഹരമായൊരു കാഴ്ചയുണ്ടോ നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മക്കളുടെ മനസ്സിലൊക്കെ ഒരുപാട് സന്തോഷമായിരിക്കും. കാരണം ഇന്നിപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നടക്കുന്നത്. അതെ, അതിന് വേണ്ടിയിട്ട് അവരുടെ ചെക്കന്മാരും എല്ലാവരും വേദിയിലെത്തി, കുടുംബങ്ങളും എല്ലാവരും എത്തി നല്ല മനോഹരമായ ആ ഒരു കാഴ്ച എല്ലാവരും കണ്ണിറിയെ കണ്ട് ആസ്വദിക്കുകയാണ് എല്ലാ മക്കളും. അതെ, അതിമനോഹരമായി അണിഞ്ഞൊരുങ്ങി വന്നിരിക്കുന്ന ഒരു ഭയങ്കര രസകരമായൊരു സംഭവം കേട്ടോ. ശരിക്കും ഒരുമിച്ച് ഒരുപാട് മണവാട്ടികൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷം തന്നെയാണ്. ഇതൊക്കെ അന്ന് എടുത്ത് സെലക്ട് ചെയ്ത ഡ്രസ്സുകളാണ് കേട്ടോ. അന്ന് ഈ ഡ്രസ്സുകളായിരുന്നു ഹിന്ദുസിന് ഈ കളർ സാരിയായിരുന്നു എടുത്തിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മുസ്ലിംസിന് ലഹങ്ക. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ജാതി മതഭേദമന്യേ എന്നാണല്ലോ. അതെ, ഇവിടെ ജാതിയോ മതമോ ഒന്നും നോക്കണില്ല. ഹിന്ദുസ് ആയാലും വേണ്ടില്ല, ക്രിസ്ത്യൻസ് ആയാലും വേണ്ടില്ല, മുസ്ലിംസ് ആയാലും വേണ്ടില്ല. അതിനിപ്പോൾ പല ജാതികൾ ഉണ്ടെങ്കിലും മതങ്ങളുണ്ടെങ്കിലും അതൊന്നും നോക്കാതെ ഈ മക്കളെ എല്ലാവരെയും ഒരുപോലെ കൈ പിടിച്ച് ചേർത്ത് അവർക്ക് മംഗല്യഭാഗ്യം കൊടുക്കുകയാണല്ലോ. സത്യം പറഞ്ഞാൽ മക്കളുടെ കാര്യം കേൾക്കുമ്പോൾ പാവം തോന്നും കേട്ടോ. അങ്ങനെ ഒരുപാട് കുട്ടികൾ ഇനിയുണ്ട്. ഇനി ഞാൻ പറഞ്ഞല്ലോ 30ഓളം കുട്ടികൾ അടുത്ത പ്രാവശ്യം ഇൻഷാ അല്ലാഹ് വിവാഹത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്.
എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മുടെ പുതിയാപ്ലച്ചക്കന്മാരൊക്കെ കുറേയൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. 19 മണവാളന്മാരും 19 മണവാട്ടികളും ആണല്ലോ അല്ലേ. അപ്പോൾ ഈ ഒരു കാഴ്ച ശരിക്കും പറഞ്ഞാൽ നേരിൽ കാണേണ്ട ഒരു കാഴ്ച തന്നെ ഉണ്ട്. അതിമനോഹരമായ രീതിയിൽ പെൺകുട്ടികളൊക്കെ മാറ്റി ഒരുങ്ങി ഇങ്ങനെ മണവാളനെയും കാത്ത് അവരുടെ പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുവാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണല്ലോ അല്ലേ. എല്ലാ മക്കളും അവർ ഏറെ പ്രതീക്ഷയോടെയായിരിക്കും ഇവിടെ ഇന്ന് വന്നിരിക്കുന്നത്. കാരണം അവർക്ക് അവരുടെ പുതിയ ജീവിതമാണ്. വിവാഹം എന്ന് വെച്ചാൽ എല്ലാ പെൺകുട്ടികളുടെയും ഒരു നല്ലൊരു ജീവിതത്തിൻ്റെ തുടക്കമാണല്ലോ. എന്തൊക്കെ തന്നെയാലും ഇവർക്കൊക്കെ നല്ല രീതിയിൽ ദാമ്പത്യ ജീവിതം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം കല്യാണം കഴിഞ്ഞ ഒരുപാട് നവദമ്പതികളെ കണ്ടു. ചില കുട്ടികൾക്കൊക്കെ കുട്ടികളായിട്ടുണ്ട് കേട്ടോ. കുറച്ച് മുമ്പ് ഏകദേശം ഒരു വർഷത്തോളമൊക്കെ കുട്ടി ആയിട്ടുണ്ടെന്ന് പറഞ്ഞതുപോലെ അവർ നല്ല രീതിയിൽ മാഷാ അല്ലാഹ് ജീവിക്കുന്ന മനോഹരമായ ആ ഒരു കാഴ്ച കണ്ടപ്പോൾ വളരെ സന്തോഷം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം കല്യാണം കഴിഞ്ഞ ഒരു 2-3 കപ്പിൾസിനെ ഞാനിവിടെ ഇങ്ങനെ കണ്ടു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ അവർ മണവാട്ടിയും മണവാളിനും ആയിരുന്നു. ഈ പ്രാവശ്യം അവരെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ നമ്മുടെ മക്കൾ കുറച്ചും കൂടി എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ മക്കളെ കാണുമ്പോഴൊക്കെ നമ്മളെ മക്കളെ വിചാരിക്കണം അല്ലേ. പഠിച്ചവനെ എന്തൊരവസ്ഥയായിരിക്കും ഈ ഒരു മക്കളെന്ന് വെച്ചാൽ അത്രക്കും ബുദ്ധിമുട്ടായതുകൊണ്ടാണല്ലോ ഈ ഒരു മക്കൾ അല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. എന്തൊക്കെ തന്നെയല്ലേ അവർക്ക് നല്ല രീതിയിൽ ഹാപ്പി. അവർക്ക് ഡ്രസ്സിൻ്റെ കാര്യം തന്നെ ഇവിടുത്തെ തങ്ങളിപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് മക്കൾ എടുക്കട്ടെ, അവർക്ക് ഇഷ്ടപ്പെട്ട് എടുക്കട്ടെ എന്നാണ്. അല്ലാതെ ഒരിക്കലും ഒരാൾ അടിച്ചേൽപ്പിച്ച് ഇത് എടുക്കണമെന്ന് പറയുമോ, അങ്ങനെയൊന്നല്ല. അവർക്ക് ഇഷ്ടപ്പെട്ടത് അവർ ടെക്സ്റ്റൈൽസിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആ ഒരു ഓപ്ഷനാണ് കണ്ടത്. കളറ് പിന്നെ അവർ ഗ്രൂപ്പായിട്ടാകുമ്പോൾ സമൂഹമാകുമ്പോൾ എല്ലാവരും ഒരേ ഡ്രസ്സിൽ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയായിരിക്കുമല്ലോ അല്ലേ. അതുകൊണ്ട് തന്നെ മക്കൾക്കൊക്കെ ഒരു പിങ്ക്, നല്ല ഡാർക്ക് പിങ്കാണ് കേട്ടോ എടുത്തത്. ശരിക്കും ഇത് ഫോട്ടോയിൽ കാണുന്ന പോലെ നേരിട്ടാകുമ്പോൾ നല്ലൊരു അടിപൊളി കളറാണ്. അപ്പോൾ ഓരോ മണവാട്ടികൾ ഇതാ ഇനിയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടി മണവാട്ടികൾ എത്താനുണ്ട്. മണവാട്ടിമാരുടെ കൂടെ വന്ന ഒരുപാട് കസിൻസും അവരുടെ കുടുംബങ്ങളൊക്കെ ഉണ്ടോ ഈ വരുന്നത്. മണവാളൻ ചെക്കന്മാർ ഏകദേശം ഇവിടെ ഒക്കെ എത്തി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനിയും കുറച്ചുകൂടെ എത്താനുണ്ട് തോന്നുന്നു. 19 പേരെത്തിക്കണോ അറിയില്ല. എന്തൊക്കെ തന്നെയല്ലേ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് നല്ല മനോഹരമായ കാഴ്ചയുണ്ട് കാണുന്നത്. ഓരോ നവദമ്പതികൾ കണ്ടില്ലേ. നവദമ്പതികളാകാൻ പോകുന്ന കുട്ടികൾ, പുതുമണവാളന്മാരുടെ പിറകിലിരിക്കുന്ന ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്ന പെൺകുട്ടികൾ. അതെ, ശരിക്കും മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് അല്ലേ ഇത്. അതിനിടയിൽ അവരുടെ കുടുംബ മിത്രാദികളൊക്കെ വന്ന് നല്ല രീതിയിൽ അനുഗ്രഹം ചൊരിയാനുണ്ട് അവർക്ക് വേണ്ടിയിട്ട്. നല്ല സന്തോഷത്തോടു കൂടി അതെ അവരുടെ താലികെട്ടിന് വേണ്ടിയിട്ടും നിക്കാഹിന് വേണ്ടിയിട്ടും ഒരുപാട് മണവാളന്മാരും മണവാട്ടികളും ഇവിടെ റെഡിയായി ഇരിക്കുകയാണ് കേട്ടോ. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് എല്ലാ മണവാട്ടികളും ഏകദേശം എത്തിത്തുടങ്ങി. ഇനി അവർ നേരെ സ്റ്റേജിലേക്ക് പുറപ്പെടുകയാണ് കേട്ടോ. നിക്കാഹിന് വേണ്ടിയിട്ടും താലികെട്ടിന് വേണ്ടിയിട്ടും അവരുടെ അമ്പലത്തിലുള്ള ആളുകളൊക്കെ അവരും എത്തിയിട്ടുണ്ട്. അവരുടെ ഈ കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നിക്കാഹ് കർമ്മത്തിനുള്ള ഉസ്താദുമാരും എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പൊ ഏകദേശം എല്ലാ മണവാളന്മാരും മണവാട്ടികളും ഇരിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് ഈ കാണുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് 8ഓളം പെൺകുട്ടികൾ മുസ്ലിം നമ്മുടെ ഹിന്ദു സഹോദരിമാരാണ്. അപ്പുറത്തായിട്ട് മുസ്ലിംസാണ് കേട്ടോ. അപ്പോൾ ഹിന്ദുസൊക്കെ നല്ല രീതിയിൽ നല്ല അടിപൊളിയായി മുല്ലപ്പൂവൊക്കെ ചൂടിരിക്കുന്ന മനോഹരമായ ഒരു കാഴ്ച നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അവരുടെയൊക്കെ ഹസ്ബൻഡുമാർ തന്നെയാണ്, ഹസ്ബൻഡുമാരാകാൻ പോകുന്ന ആളുകളാണ് അവരുടെ ഫ്രണ്ടിൽ നേരത്തെ തന്നെ ഇരിക്കുന്നത് കേട്ടോ. ഒക്കെ സെറ്റാക്കിയിട്ടാണ് ഇരുത്തിയിട്ടുള്ളത്. പക്ഷേ താലികെട്ടും നിക്കാഹും കഴിഞ്ഞതിന് ശേഷം മാത്രമാണല്ലോ അവർക്ക് ഒരുമിച്ച് ഇരിക്കാനൊക്കെ പറ്റുക. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ ആണുങ്ങളെയൊക്കെ ഫ്രണ്ടിലും പെണ്ണുങ്ങളെയൊക്കെ ബാക്കിലും ആയിട്ട് ഇരുത്തിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് ഇവരുടെ നിക്കാഹ് കർമ്മം ഇവിടെ പൂർത്തിയാകും. അതിനു വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സ്റ്റേജിൽ വെച്ച് പെൺകുട്ടികളുടെ ഹിന്ദുസ് പെൺകുട്ടികളുടെ താലികെട്ടും കാര്യങ്ങളും അത് നടക്കും. പിന്നെ പെൺകുട്ടികളെയൊക്കെ മുസ്ലിംസ് പെൺകുട്ടികളൊക്കെ ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുപോകട്ടോ. പിന്നെ അപ്പോൾ താലികെട്ട് കഴിഞ്ഞതിന് ശേഷം സ്റ്റേജിൽ നിന്ന് എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് ഇവർ ഈ ഹിന്ദുസ് കപ്പിൾസ് വരും. അതുപോലെ തന്നെ നമ്മുടെ മുസ്ലിം കപ്പിൾസ് അവർ നിക്കാഹ് കഴിഞ്ഞിട്ട് ഭർത്താക്കന്മാർ ഇവർക്ക് മഹർ കൈമാറാൻ വരും. ഓഡിറ്റോറിയത്തിൽ വെച്ചായിരിക്കും അതൊക്കെ നടക്കുക കേട്ടോ. അങ്ങനെയാണ് സാധാരണത്തെ രീതിയിൽ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇതാ എല്ലാ മണവാട്ടികളും അതിമനോഹരമായ രീതിയിൽ ഉടുത്തൊരുങ്ങി ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഭാഗത്ത് ഫുള്ള് മുസ്ലിംസ് മണവാട്ടികളാണ്, അപ്പുറത്താണെങ്കിൽ ഹിന്ദുസാണ് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ ജാതി മതഭേദമന്യേ എല്ലാവർക്കും ഇവിടെ വിവാഹം കഴിച്ച് കൊടുക്കുന്ന
ഒരു വേദി കൂടിയാണ് കേട്ടോ. ജാതി മതം നോക്കാതെ ആർക്കൊക്കെയാണ് വിവാഹത്തിന് അർഹരായവരും പാവപ്പെട്ടവരും അവരെ കണ്ടുപിടിച്ച് ഇവർക്ക് ആദ്യം അപേക്ഷിക്കാനുള്ളൊരു ഓപ്ഷനൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുട്ടികളെ സെലക്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഈ ഒരു സമൂഹ വിവാഹം ഇവിടെ നടത്തി കൊടുക്കുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ ഈ 19 ഫാമിലിയുടെ ആണിൻ്റെ ആളുകളും പെണ്ണിൻ്റെ ആളുകളും അതുപോലെ തന്നെ ഈ മജ്ലിസിന് വരുന്നവരും ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. ഇതെന്നല്ല ജനങ്ങളെന്ന് വെച്ചാൽ ശരിക്കും മജ്ലിസിലേക്ക് ചെന്ന് നോക്കണം. അവിടുത്തെ എന്ന് വെച്ചാൽ അത്രക്ക് കാല് കുത്താൻ ഇടമില്ലാത്ത രീതിയിലാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോയേക്കാം. അപ്പോൾ ഈ മണവാട്ടികൾക്കുള്ള സ്വർണ്ണങ്ങളൊക്കെ ആയിട്ട് ഇത് തങ്ങളിപ്പോൾ പോവാണ് കേട്ടോ. തങ്ങളിപ്പോയുടെ കൂടെ ഒരുപാട് ആൾക്കാരും ഇത് ഓരോ ബാഗിലും ഓരോ കുട്ടികൾക്കുള്ള സ്വർണ്ണാഭരണങ്ങളാണ് കൊണ്ടുപോകുന്നത്. അതെ, ഓരോ മക്കൾക്കുള്ള സ്വർണം ഡ്രസ്സും കാര്യങ്ങളൊക്കെ പിന്നെ അന്ന് കൊടുത്തു. ഇപ്പോൾ അവർക്ക് അണിയിക്കാനുള്ള സ്വർണ്ണത് നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം അതുപോലെ താലി കെട്ടിന് ശേഷമാണ് ഈ ഒരു സ്വർണം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഒരുപാട് വ്ളോഗേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ, ഡ്രോണൊക്കെ പറത്തുന്നുണ്ട്. അങ്ങനെ ഇതാ ഒരു സ്വർണ്ണാഭരണങ്ങളുമായി നിക്കാഹിൻ്റെ സദസ്സിലേക്ക് പോകുന്ന ഒരു വൻ ജനാവലിയാണ് നമ്മളിവിടെ കാണുന്നത്. ജീവിതം സ്വപ്നം പോലും കാണാൻ കഴിയാത്ത നിരവധി കുടുംബങ്ങളിലെ അനാഥകളും അഗതികളുമായ പെൺകുട്ടികൾക്ക് ജാതിമത ചിന്തകൾക്ക് പുറം ജീവിത സ്വപ്നം സാക്ഷാത്കരിച്ചു നൽകിയ മനുഷ്യ സ്നേഹിയായ കാരുണ്യത്തിന്റെ നിറകുടമായ സയ്യിദ് ഹാമിദ് ആറ്റുകോര തങ്ങളുടെ നേതൃത്വത്തിൽ ഇക്കൂടിതാ വീണ്ടും 19 കുടുംബങ്ങളിൽ കൂടി സന്തോഷത്തിന്റെ മാലിവില്ല് ചാർത്തി മറ്റൊരു സമൂഹ വിവാഹത്തിന് കൂടി വേദിയൊരുക്കിക്കൊണ്ട് അപ്പോൾ എല്ലാ പുതിയാപ്പിളമാരെയും ഇതാ നല്ല തൊലാൽ ബദറൊക്കെ ചൊല്ലിക്കൊണ്ടാണ് ഇവർ സ്റ്റേജിലേക്ക് വരവേറ്റി കൊണ്ടുപോകുന്നത് കേട്ടോ. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇതിൻ്റെ വ്യൂ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിക്കാഹിന് നേതൃത്വം കൊടുക്കാൻ വന്ന ഉസ്താദുമാരെ സ്റ്റേജിലേക്ക് വേണ്ടി സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സമൂഹ വിവാഹത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാവുണ്ട്. ഇത് ഹിന്ദുസിനുള്ള പോലെ മാരേജിനുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതിലെന്തൊക്കെ താലി വെക്കുക, തുളസി ഇല, അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ വെക്കുന്നുണ്ട്. നമുക്കിതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ല, അങ്ങനെ നേരിട്ട് അങ്ങനെ കണ്ടില്ല. താലി ശരലിലൊക്കെ കോർത്തിങ്ങനെ വെച്ച് കെട്ടുന്നൊക്കെ ഉണ്ട്. 20 കുട്ടികളുടെ സമൂഹ വിവാഹവും 45ാമത് മജ്ലിസ് എന്നൊക്കെ ഇവിടെ എഴുതിയ ഈ ഒരു സദസ്സിലാണ് കേട്ടോ. ഒരു വാഴയിലയിൽ തുളസിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ പറിച്ച് വെച്ച് പിന്നെ അതിൻ്റെ മേലെയാണ് അവരുടെ താലിച്ചരട് അങ്ങനെ വെക്കുന്നത് കേട്ടോ. അതിനുശേഷം ആരംഭിക്കും ഉദ്ഘാടനം. ആദ്യം ഒരു നിക്കാഹ് കഴിച്ചതിന് ശേഷം നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ മുഹൂർത്തത്തിൽ അവരുടെ കാര്യങ്ങളൊക്കെ നടക്കേണ്ടത്. ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന പല യൂട്യൂബർമാരുടെയും കണ്ണ് തുറപ്പിക്കുന്ന ഒരു മജ്ലിസാണെന്ന് നമുക്കൊക്കെ അറിയാം. ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെയൊക്കെ എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടാകാൻ വേണ്ടി കാത്തിരിക്കണം. എല്ലാവരും ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് എന്താണോ തങ്ങൾ പറയാ അത് ഒന്നെങ്കിൽ ഒരു ക്ലിപ്പ് ഉണ്ടായിരിക്കുന്നത് ഇവർക്ക് ഒരു 2 മാസം ഭക്ഷണം കഴിക്കാൻ വരുമെന്ന് കിട്ടുന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ സ്റ്റേജിൽ ഫസ്റ്റ് താലികെട്ടും കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. പിന്നീടാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുസ്ലിംസിൻ്റെ നിക്കാഹ് കർമ്മം പിന്നീടാണ്. ആദ്യം ഫസ്റ്റ് 8 കുട്ടികളുടെ താലികെട്ട്, പിന്നെ അവരുടെ മാല ഇടൽ, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പുറത്ത് നിക്കാഹ് കിട്ടും. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ പുറത്തെ ഒരു കാഴ്ച എന്ന് വെച്ചാൽ ഇതാണ്. പന്തലുകളൊക്കെ നിറഞ്ഞ് കവിഞ്ഞൊഴുകാണ്. പന്തലിരിക്കാൻ അത്രയോ വലിയ പന്തലാണ് കെട്ടിയിരിക്കുന്നത്. പക്ഷേ പന്തലിരിക്കാൻ ഒരു സ്പേസ് ഇല്ല. പുറത്ത് ചെയറൊക്കെ ഇട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ വെയിൽ കൊണ്ടാണ് പലരും കുട ചൂടിയിരിക്കുന്നത്. ആ പന്തലിൻ്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിക്കാണ് പുറത്തേക്ക്. ഇവർക്ക് എല്ലാവർക്കുമുള്ള ഫുഡും കാര്യങ്ങളെല്ലാം സെറ്റാക്കുന്ന ഒരു ഭാഗം, ആ ഭാഗം ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ വീഡിയോ ഇട്ടിരുന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇവിടെ കണ്ടില്ല, അത്രക്കും നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിക്കാണ്. ഒരുപാട് ഇവിടെ മാത്രമല്ല, വരുന്ന വഴിയിൽ റബ്ബർ തോട്ടത്തിൽ അവിടെയൊക്കെ ഫുള്ളായിട്ട് ബാക്കി പേരാണ്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഫുഡിൻ്റെ കാര്യം പറയാമെന്ന് വെച്ചാൽ ഫുഡ് എല്ലാവർക്കും ഇവിടെ പാക്കറ്റാക്കി വെച്ചേക്കാണ്. ഒരുപാട് ഫുഡ് എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ലക്ഷക്കണക്കിന് ആളുകൾക്കുള്ള ഫുഡ് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഫുഡ് എന്ന് വെച്ചാൽ പുതിയാപ്പിളമാർക്കും പുതിയണ്ണങ്ങൾക്കും അവരുടെ ഫാമിലിക്കുള്ള ഫുഡൊക്കെ ഓഡിറ്റോറിയത്തിലാണ് കൊടുക്കുന്നത്. ഇത് ഇവിടെ മജ്ലിസിലേക്ക് വന്ന ആളുകൾക്കുള്ള ഫുഡ് ഇങ്ങനെ പാക്കാക്കിയിട്ടാണ് കൊടുക്കുന്നത്.
മജ്ലിസിന് വന്ന എല്ലാവർക്കും നല്ല ബീഫ് ബിരിയാണി കേട്ടോ. ഇവർ നല്ല ചൂടോട് കൂടി അത് പാക്കറ്റിലാക്കുന്നൊരു വ്യൂ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് കണ്ടില്ല, എല്ലാവരും നല്ല സജീവമായി ഒരുപാട് പണിക്കാർ, അതും ചെറിയ ചെക്കന്മാരാണ് കേട്ടോ ഇതിനൊക്കെ നേതൃത്വം വഹിക്കുന്നത്. അവരൊക്കെ നല്ല രീതിയിൽ നല്ല ആക്റ്റീവായിട്ട് തന്നെ ഈ ഒരു മജ്ലിസിൽ വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടി അത്രക്കും അവർ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവരും വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടി നന്നായിട്ട് ജോലി ചെയ്യാൻ കേട്ടോ. എല്ലാവരും നല്ല രീതിയിൽ എല്ലാവരും നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ കണ്ട ആളുകൾക്കൊക്കെ ഭക്ഷണം എത്തിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ വരുന്നവർക്ക് ഒരിക്കലും ദാഹം വിശപ്പ് ഒന്നും ഉണ്ടാവില്ല. കാരണം മറ്റൊന്നുമല്ല, ഇവിടെ തൊട്ടടുത്തായിട്ട് തന്നെ ഈ ഒരു ഗ്രൗണ്ടിൽ തന്നെ ഇവിടെ നല്ല പൊരിക്കടികളും നല്ല പഴംപൊരി, മുളക് ബജി, അതേപോലെ പൊക്കവട, അതുപോലെ ബത്തക്ക വെള്ളം, കിഴങ്ങ് പൊരിച്ചത്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസ് കടികളും കാര്യങ്ങളും, അതേപോലെ ചായ, ലൈമ്, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഒരു തട്ടുകട വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല തേനെല്ലിക്ക, ഉപ്പിലിട്ടത്, അരിനെല്ലിക്ക, ക്യാരറ്റ്, നെല്ലിക്ക, അങ്ങനെ പോലുള്ള ഒരുപാട് സാധനങ്ങളും നല്ല ചൂടോട് കൂടി നല്ല ഫ്രൈ ചെയ്ത സ്നാക്കും കാര്യങ്ങളും. ഇത് നമ്മൾ ദാഹിക്കുന്നവർക്കും വിശക്കുന്നവർക്കും ഇവിടെ തന്നെ തൊട്ടടുത്ത് തന്നെ ഇതിൻ്റെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ മുളക് ബജി പൊരിക്കുന്നുണ്ട്, പഴം പൊരിക്കുന്നുണ്ട്, മുട്ട ബജി ഉണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. മലപ്പുറം മുത്ത്. ഇവിടെ ഈ പൊരിക്കടികളൊക്കെ ഉണ്ടാക്കുന്ന ടീം ആര്യമ്പാവ് ഉള്ളതാണെന്നാണ് പറഞ്ഞത്. ഇതിലെ മുട്ട ബജിക്കുള്ള മുട്ട ഇവിടെ പുഴുങ്ങി വെച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ മുളക് ബജി ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതുപോലെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇവരെന്ന് വെച്ചാൽ എല്ലാ ടൈമിന് ഇവിടെ മജ്ലിസിന് എല്ലാ മാസവും ഉണ്ടാവാറുണ്ട് എന്നാണ് പറഞ്ഞത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ ഇത് കാണുന്നത്. കല്യാണത്തിന് വന്നപ്പോൾ ഏതായാലും ഇങ്ങനെയുള്ള കാഴ്ചകളും ഇവിടെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ വന്ന് വിചാരിച്ചു കണ്ട് വിശക്കേണ്ട ആവശ്യമൊന്നും ആർക്കും വരില്ല. എല്ലാവർക്കും ഇഷ്ടം പോലെ എല്ലാം വാങ്ങി കഴിക്കാനുള്ള ഓപ്ഷനൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പോരാത്തിന് ഫുഡും വെള്ളം അതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇവിടെ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വാങ്ങി കഴിക്കാൻ പാകത്തിന് ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നല്ല ദാഹിച്ച് വലഞ്ഞ് വരുമ്പോൾ നല്ല ബത്തക്ക വെള്ളമുണ്ട്, അതുപോലെ തന്നെ അതവിടെ ഇത് ഫ്രൈ ചെയ്ത് കോരുകയാണ്. അപ്പോൾ നമുക്ക് മജ്ലിസിൻ്റെ ഒരു അകത്തേക്കുള്ളൊരു കാഴ്ച ഒന്ന് കണ്ടു നോക്കട്ടെ. കുറച്ച് ഭാഗം നമുക്ക് പോകാൻ അങ്ങോട്ട് കഴിയൂല. അവിടെ ഫുള്ളായിട്ടാണ് പുറത്ത് ആളുകൾ ഇങ്ങനെ വെയിലത്തിരിക്കണം. അവിടെ അത്രയും ഫുള്ളായിട്ട് കേട്ടോ. അപ്പോൾ ഏത് വഴി പോകണം എന്നാണ് ആലോചിക്കുന്നത്. അപ്പോൾ ഏത് വഴി പോകണമെങ്കിൽ അവിടെയൊക്കെ ആൾക്കാരാണ് നിറഞ്ഞ് തുളുമ്പി. അപ്പുറത്തേക്കൊക്കെ ആ റബ്ബർ തോട്ടത്തിലൊക്കെ നിറയെ ആളുകൾ ഇരിക്കുന്നുണ്ട്. ഇതുവഴി പോകാൻ വിചാരിച്ച് നോക്കുമ്പോൾ ഇവിടെയും തന്നെ നല്ല അധികം ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കണം. എങ്ങോട്ട് പോകാനേ ഒരു വഴിയില്ല. പിന്നെ ഫുള്ളായിട്ട് ഇതുപോലെ സ്ക്രീന് വെച്ചേക്കാണ്ട് ഒരിക്കലും സ്റ്റേജിലേക്ക് സ്ത്രീകൾക്ക് കാണാനേ കഴിയൂല. കാരണം കുറേ ദൂരെയാണ് സ്റ്റേജ് കണ്ടില്ല, കുറേ അപ്പുറത്താണ്. അത്രയും വലിയൊരു പന്തൽ കെട്ടിയിട്ടും ഇതുപോലെ സ്ക്രീന് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ സ്ക്രീനിൽ സ്ക്രീന് കുറേ ഭാഗത്ത് വെച്ചിട്ടുണ്ട്. ഒരിക്കൽ പോലും അല്ലാതെ നേരിട്ട് നമുക്ക് ശബ്ദം കേൾക്കുന്നല്ലാതെ അങ്ങോട്ട് കാണൂല കേട്ടോ. അത്ര ദൂരെയാണ് സ്റ്റേജ് ഉള്ളത്. അവിടെ തൊട്ട് ഇവിടെ വരെ ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് കേട്ടോ. കണ്ടില്ലേ, അത്രക്കും ജനസാഗരങ്ങളാണ്, ജനലക്ഷങ്ങൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന നൂറ ഹബീബ് കല്യാണ പന്തലാണ് ഈ കാണുന്നത്. കല്യാണപ്പന്തലിൽ നൂറ ഹബീബ് മണവാട്ടികൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഹിന്ദു സഹോദരിമാരവിടെ താലി കെട്ടിന് വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇവിടുന്ന് ഒരിക്കലും കാണാൻ കഴിയൂല. വളരെയധികം ദൂരം അപ്പുറത്താണ്. നമ്മുടെ മുസ്ലിം സഹോദരിമാർ ഓഡിറ്റോറിയത്തിലാണ് എത്തിയിട്ടുള്ളത്. പക്ഷേ നമ്മുടെ മുസ്ലിം സഹോദരന്മാർ നിക്കാഹിന് വേണ്ടിയിട്ട് സ്റ്റേജിൻ്റെ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അവർ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അങ്ങോട്ട് മഹർ അണിയിക്കാൻ, പ്രിയപ്പെട്ട മണവാട്ടികൾക്ക് മഹർ അണിയിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത്രക്കും നിറഞ്ഞ് കവിഞ്ഞ് തുളുമ്പി നിൽക്കുകയാണ് ഈ ഒരു നൂറ ഹബീബ് കല്യാണ മജ്ലിസ്. വളരെയധികം ആളുകളെ ശരിക്കും ആശ്ചര്യപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു മജ്ലിസ് തന്നെയാണ് കേട്ടത്. അത്രക്കും ജനസാഗരങ്ങളാണ്. വളരെയധികം സൂം ചെയ്താൽ തന്നെ നമ്മുടെ ദൂരെയുള്ള സ്റ്റേജ് നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. ആ ഒരു ഭാഗത്തായിട്ടാണ് ആണുങ്ങളുടെ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ. ഇവിടെ ഫുള്ളായിട്ട് പെണ്ണുങ്ങളാണ് കേട്ടോ. കേരളത്തിനകത്തുനിന്നും പുറത്തു നിന്നുമായിട്ടാണ് ഈ ഒരു ജനസാഗരങ്ങൾ ഇവിടേക്ക് വേണ്ടി ഒഴുകി എത്തിയിരിക്കുന്നത്. പലരും തലേ ദിവസം തന്നെ വന്ന് നിൽക്കുന്നവരുണ്ട്. വിവാഹ പാർട്ടി മണവാട്ടികളും അതുപോലെ കുറെ അഡ്മിന്മാരും അവരൊക്കെ കേട്ടോ. അന്നത്തെ കാലത്തൊന്നും ശനിയാഴ്ച
വെള്ളിയാഴ്ച സ്കൂൾ ഉണ്ടാവില്ല. ഇപ്പോഴാണ് വെള്ളിയാഴ്ച സ്കൂൾ വന്നത്. അന്ന് ഞങ്ങളെ പഠിക്കുന്ന കാലത്ത് സ്കൂള് ഞങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, പട്ടിണി കടന്നിട്ടുണ്ട് ഒരുപാട്. ഞങ്ങൾ അന്ന് കഷ്ടപ്പാടുകൊണ്ട് 13-ാമത്തെ വയസ്സിൽ ബാപ്പ മരിച്ചു. ഞങ്ങളൊക്കെ ഇന്നലെ കൊണ്ട് മണ്ണാർക്കാട് ദാറുന്നജാത്തിൽ ഞങ്ങൾ 6 മക്കളും പഠിച്ചിട്ടുണ്ട്. 2 പെൺകുട്ടികളും 4 ആൺമക്കളും ഇത്തിൻകല് പഠിച്ചിട്ടുണ്ട്. പ്രാരാബ്ദം കൊണ്ട് ഉമ്മാനെന്താക്കി വേറെ കല്യാണം കഴിപ്പിച്ചു. പ്രാരാബ്ദം കൊണ്ട് ഉമ്മാനും വേറെ കല്യാണം കഴിപ്പിച്ചു. എല്ലാ മാസവും എല്ലാ ആഴ്ചയിലും ഓരോരുത്തരും വരുമ്പോൾ നമ്മളെ മക്കളെ കാണാൻ, ഞങ്ങളെ കാണാൻ ആരും ഉണ്ടായിട്ടില്ല. ഞങ്ങളെ മക്കളെ ഞങ്ങളെ കാണാൻ എല്ലാ വർഷവും റമദാൻ ഒരു മാസം യതീംഖാന കൂട്ടും. എല്ലാ വർഷവും മനുഷ്യ മനസ്സുകൾ തമ്മിലടിപ്പിക്കാനുമുള്ള അനേകം ചിത്രശക്തികൾ കിണഞ്ഞ് പരിശ്രമിക്കുന്ന ഈ ആധുനിക കാലത്തിന് ഒരു തിരുത്തെഴുത്ത് നടത്തിക്കൊണ്ടാണ് സയ്യിദവറുകളുടെ ഒരു മഹത്തായ സമൂഹ വിവാഹം എന്ന ഈ ചടങ്ങിലേക്ക് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മുടെ 8 ഹൈന്ദവ യുവതി യുവാക്കൾ സുമംഗലികളാകുന്ന ആ സമൂഹ വിവാഹ ചടങ്ങ്, അവരുടെ താലികെട്ടാണ് ആദ്യം നടക്കുന്നത്. വധുവിന്റെ പേര് ദീപ സി, പിതാവിന്റെ പേര് ചന്ദ്രൻ, മാതാവിന്റെ പേര് മാധവി, സ്ഥലം പല്ലശ്ശന, വരന്റെ പേര് രഞ്ജിത്ത്, പിതാവിന്റെ പേര് രാജൻ, സ്ഥലം പാലക്കാട്. അവര് സ്റ്റേജിലേക്ക് താലി കെട്ടുന്നതിന് വേണ്ടി എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, താലികെട്ടിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നെ വേറെ ഇടാം കേട്ടോ. അപ്പോൾ തൽക്കാലം നമുക്ക് നമ്മുടെ മുസ്ലിംസ് മണവാട്ടികളെ ഒന്നുകൂടി കാണാൻ പോകാം. താലികെട്ട് കഴിഞ്ഞ മണവാട്ടി മണവാളന്മാരൊക്കെ പുറത്തേക്ക് വരുന്ന തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണിത്. എൻ്റെ കല്യാണത്തിന് വൈറൽ താരം ഫർഷാന, എന്താ പേര്? ഫിദ. പേര് പറയോ? ചിലർ പറയും. മോളെ പേരെന്താ? ഷഹാന. മോളെ പേരെന്താ? സന. എന്താ പേര്? ഇസാനത്ത്. ആ, മോളെ പേരെന്താ? അൽഫിയ. അപ്പോൾ മണവാട്ടികളുടെ ഡ്രസ്സൊക്കെ ഒരേ കളറാണ് കേട്ടോ, പല പല ഡിസൈൻസാണ്. അന്ന് അവരെന്നെ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് അവരെ വിളിക്കുന്നുണ്ട്. ഇവരുടെ അവിടെ താലികെട്ട് കഴിയുമ്പോഴേക്കും മറ്റുള്ളവരുടെ നിക്കാഹ് അവിടെ കഴിയുന്നുണ്ട്. നിക്കാഹ് കഴിഞ്ഞാൽ ഇവരുടെ അരികിലേക്ക് മഹർമാല ചാർത്തുവാൻ വേണ്ടിയിട്ട് അവരുടെ പുതുമാരൻ വരുന്ന ഒരു മനോഹരമായ കാഴ്ച കൂടി നമുക്ക് കാണാനുണ്ട്. അങ്ങനെ 19 കുട്ടികൾക്കുള്ള സ്വർണ്ണമാണ് കേട്ടോ ഈ കിട്ടിയത്. ഇതാ ഇങ്ങനെ ഒരു 3 ലെയറുള്ളൊരു മാലയുണ്ട്, അതുപോലെ തന്നെ കമ്മലുണ്ട്, അതുപോലെ ബ്രേസ്ലെറ്റ് ഉണ്ട്. അങ്ങനെ 19 സെറ്റ് സ്വർണ്ണാഭരണങ്ങളാണ് കേട്ടോ. ഇത് നിക്കാഹ് കഴിഞ്ഞ ഉടനെ തന്നെ, താലികെട്ട് കഴിഞ്ഞ ഉടനെ തന്നെ അവരുടെ കൈകളിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ അവരുടെയൊക്കെ മണവാളന്മാർ കൊടുത്തു വിട്ട മഹർമാലയാണ് കേട്ടോ ഇത്. എല്ലാവരുടെയും കൈകളിൽ, നിക്കാഹ് കഴിഞ്ഞ കുട്ടികളുടെ കൈകളിലൊക്കെ മഹർമാല എത്തിത്തുടങ്ങി. അവർക്ക് വളരെയധികം സന്തോഷമായിട്ടുണ്ട്. പുതുമണവാളന്മാരെ കാത്ത് മണവാട്ടികൾ ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ മണവാട്ടികളെ എല്ലാം ഫുഡ് കഴിക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ കേട്ടോ. എല്ലാവരുടെയും നിക്കാഹും താലികെട്ടും എല്ലാം കഴിഞ്ഞ്. അപ്പോൾ ആദ്യം നമ്മുടെ ഹിന്ദു സഹോദരന്മാരും പോയിട്ട് ഫുഡ് കഴിച്ച്, അവരുടെ താലികെട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഒരുമിച്ച് വന്ന് അവർ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ അവരുടേത് കഴിഞ്ഞിട്ട് നമ്മുടെ മുസ്ലിംസ് മണവാട്ടികളും മണവാളന്മാരും ഫുഡ് കഴിക്കാൻ പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. 92 മക്കളുടെ വിവാഹമാണ് കേട്ടോ ഈ ഒരു നൂറ് ഹബീബ് മജ്ലിസിൽ വെച്ച് നടന്നത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഒരുപാട് താലി ചാർത്തിയ മക്കളൊക്കെ ഒരുപാട് കണ്ടു കേട്ടോ. താലികെട്ട് കഴിഞ്ഞ് അവർ വളരെയധികം ഹാപ്പിയായി നിൽക്കുന്ന മനോഹരമായ കാഴ്ച. ഓരോ മണവാട്ടികളും ഫുഡ് കഴിക്കാനതാ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. എല്ലാ മക്കളെയും നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകേണ്ട. അങ്ങനെ ഓഡിറ്റോറിയത്തിൽ ഒരുപാട് ആളുകൾ ഫുഡ് കഴിക്കുന്നുണ്ട്. ഇത് നേരത്തെ വന്ന നമ്മുടെ ഹിന്ദുസ് ഫാമിലിയുടെ കൂടെയുള്ള ആളുകളാണെന്ന് തോന്നുന്നു. അവർ ഫുഡ് കഴിച്ച് കഴിയുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവരുടെ ഫാമിലിയും അവരുടെ ഫ്രണ്ട്സും എല്ലാവരും, സാധാരണ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഹിന്ദുസ് ഫാമിലിക്ക് വെറുംചോറും സാധാരണ സദ്യയായിരുന്നു ഒരുക്കിയിരുന്നത് കേട്ടോ. അപ്പോൾ ബീഫ് ബിരിയാണിയോ അങ്ങനെ എന്തായിരുന്നു മുസ്ലിംസ് ഫാമിലിക്ക് ഒരുക്കിയിരുന്നത്. അവർ കഴിക്കാത്തവരുണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ട്. പക്ഷേ ഇപ്രാവശ്യം എല്ലാവർക്കും നല്ല ചിക്കൻ ഫ്രൈ ചെയ്ത ബിരിയാണിയാണ് കേട്ടോ എല്ലാവർക്കും ഉള്ളത്.
എല്ലാവർക്കും വേണ്ടിയിട്ട് അഡ്മിൻസൻ ഇതൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട്. എല്ലാ മക്കളെയും ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നൂറ് ഹബീബെ കല്യാണത്തിൻ്റെ ചെറിയൊരു വീഡിയോൻ്റെ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തന്നത്. പിന്നെ തങ്ങളെ പരിപാടിക്ക് വന്ന ഇവിടെ വളണ്ടിയേഴ്സായിട്ട് നിൽക്കുകയാണ്. പിന്നെ ഞങ്ങളെല്ലാ മാസം എല്ലാ പരിപാടിക്കും ഞങ്ങളുണ്ടാവും. ഞങ്ങൾ ഈ നാട്ടുകാരാണ്. ഞങ്ങൾക്ക് ജാതി മതം ഒന്നുമില്ല. അപ്പോൾ ഇവിടെ മുസ്ലിംസിൻ്റെ പ്രോഗ്രാം എന്ന് മാത്രം കേട്ടോ, ഹിന്ദുസും കൂടി അതിൽ നല്ല രീതിയിൽ സഹകരിക്കണ ഒരു ടീം തന്നെ ഇവിടെ ഉണ്ട്. ഇവരൊക്കെ സ്വാമിമാരാണെന്നുള്ളതാണ് കേട്ടോ വേറൊരു സത്യം. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും ഇതാ മജ്ലിസൊക്കെ കഴിഞ്ഞ ആളുകൾ കുറേയൊക്കെ ഇങ്ങനെ വരവ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഇത്രയൊന്നല്ല ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. അത്രക്കും ജനസാഗരം എന്ന് തന്നെ പറയാം. എല്ലാം കഴിഞ്ഞ് എല്ലാവരും ബസ്സിനും അവരവരുടെ വാഹനത്തിന് പോകാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ നൂറ് ഹബീബിൻ്റെ കല്യാണത്തിന് ചെറിയൊരു ദൃശ്യം ഞാനിവിടെ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തന്നത്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.